الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധി നിർണ്ണയിക്കുന്ന വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ അസുലഭ സുന്ദര മുഹൂർത്തത്തിൽ പ്രവാചക സ്നേഹം എന്നതിനെ സംബന്ധിച്ച് ചില വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരം എനിക്ക് കനികേകിയ സർവശക്തനായ അല്ലാഹു തആലയെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സഹോദരങ്ങളെ, ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവന്റെ നന്മക്കായും ഉന്നമനത്തിനും വേണ്ടി നിയോഗിക്കപ്പെട്ട അതുല്യ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എന്തെന്നാൽ നമുക്ക് ദർശിക്കാൻ കഴിയും, ഗോത്രമഹിമയുടെയും കുലീതയുടെയും പേരിൽ കലയിച്ചിരുന്ന മക്ക മലയാളത്തിലെ കാട്ടറബി നിവാസത്തെ മാറ്റായി കൊണ്ടുവരാൻ വേണ്ടി ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിയറ വെച്ചത് ഈ ലോക ജീവിതത്തിലെ സുഖാനുഭൂതികളെയാണ്. ആ കാരുണ്യത്തിന്റെ പ്രവാചകനെ മറ്റാരേക്കാളും സ്നേഹിക്കൽ മുസൽമാനായി പിറന്ന ഓരോരുത്തരുടെയും മേൽ നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ഇഷ്ടജനങ്ങളെക്കാളും എന്നെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. ഉഹദ് യുദ്ധത്തിൽ മുത്തായി നബിയുടെ പല്ല് കൊഴിഞ്ഞുപോയി. അകലെ വന്നു നിന്ന കാഫില കൂട്ടമാണ് ഉമൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞത്. ഉമൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയാമോ സഹോദരങ്ങളെ? എൻ്റെ ഹബീബിനില്ലാത്ത പല്ല് എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് അടുത്ത് നിന്നൊരു കല്ലെടുത്ത് തൻ്റെ പല്ലിലേക്ക് ആനടിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ഹുബ്ബുൻ നബി, ഇതാണ് സഹോദരങ്ങളെ മദ്ഹുൻ നബി. ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ മദീന നിവാസികൾ 3 രാവും പകലും ഒന്നടയ്ക്ക് കാത്തിരിക്കുകയാണ്. ഒടുവിൽ ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറിയിരുന്നവരാണ് ആദ്യം സ്വലാത്ത് ചൊല്ലിയത്. തക്ബീർ വിളിക്കേണ്ടത് ആ ഹബീബിന് വേണ്ടിയില്ലേ? സ്വാഗതം ഓതേണ്ടത് ആ രാജകുമാരന് വേണ്ടിയില്ലേ? മുറുകെ പിടിക്കേണ്ടത് ആ ഹബീബിന്റെ സുന്നത്തുകളെയല്ലേ? ഏതു സുന്നത്താണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളത്? കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിച്ചും വാരിപ്പുണർന്നും എല്ലാ തനതായ ശൈലികളും ജീവിതത്തിലേക്ക് വാരി വലിച്ചു കളഞ്ഞിട്ട് ലോകത്തിന്റെ ബേമത്സയെ ജീവിതത്തിലേക്ക് കൊണ്ടു വന്നവരാണ് നാം. ഇനിയെങ്കിലും മാറേണ്ടേ സഹോദരങ്ങളെ? നിങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരനല്ലേ ഹുബൈബ് ബിൻ അലി റളിയല്ലാഹു അൻഹു? ഹുബൈബ് ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാൻ വേണ്ടി മക്ക ഖുറൈശികൾ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹുബൈബ് ബിൻ അലി റളിയല്ലാഹു അൻഹുവോട് മക്ക ഖുറൈശികൾ പറയുകയാണ്, ഹുബൈബേ, നിന്നെ ഞങ്ങൾക്ക് വധിക്കണമെന്നില്ല ഹുബൈബേ, നീ ഞങ്ങൾക്ക് കച്ചവടം പഠിപ്പിച്ചു തന്നവനല്ലേ ഹുബൈബേ, നീ ഞങ്ങൾക്ക് ഉപജീവനം പഠിപ്പിച്ചു തന്നവനല്ലേ ഹുബൈബേ, നീ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി, സബ്ബ മുഹമ്മദാ, സബ്ബ മുഹമ്മദാ, നീ നിന്റെ മുഹമ്മദിനെ ഒന്ന് വഴക്കു പറഞ്ഞാൽ മതി. 2 പ്രാവശ്യം വേണ്ട, ഒരു ഒറ്റ പ്രാവശ്യം മതി. അപ്പോൾ ഹുബൈബ് ബിൻ അലി റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ സഹോദരങ്ങളെ? നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരു മുള്ള് തന്നിട്ട് അതിൻ്റെ ഹബീബിൻ്റെ കാലിൽ ഒന്ന് തൊടാൻ പറഞ്ഞാൽ പോലും എനിക്ക് സഹിക്കില്ല. എന്നിട്ടാണോ നിങ്ങൾ ഈ പറയുന്നതിനാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മക്ക ഖുറൈശികളെ കൈകളാൽ വധിക്കപ്പെട്ടെങ്കിൽ അവരെല്ലാം ആ മുത്തിനെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാവും എന്ന കാര്യം നമുക്ക് അളക്കാൻ പോലും സാധ്യമാവില്ല. വഫാത്തിന്റെ സമയത്ത് പോലും തൻ്റെ ഉമ്മത്തിനെ ഓർത്ത് വേവലാതിക്കപ്പെട്ട ആ ഹബീബിനെ നാം നമ്മുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കണം. സുർമ എഴുതിയില്ലെങ്കിലും സുർമ എഴുതിയ പോലെ തോന്നിക്കുന്ന ആ മുത്തിനെ നാം നമ്മുടെ മനസ്സിനേക്കാൾ ഏറെ സ്നേഹിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിധികർത്താക്കളെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബിയുടെ മീലാദ് ലോകമാകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര നിമിഷത്തിൽ ഞാനും അവിടുത്തെ അല്പം വാഴ്ത്തി അവസാനിപ്പിക്കാം.
പരകോടി വിശ്വാസികളുടെ ഹൃദയാനന്തരം പ്രകാശം പൊഴിയുന്ന പൗർണമിയാണ് മുത്തുനബി. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലോ വരമൊഴിയാലോ അടയാളപ്പെടുത്താൻ അന്ത്യനാൾ വരെ ഒരാൾക്കും സാധ്യമല്ല. അത്രത്തോളം പാരാവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, നബിയെ, അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവുമില്ലെന്നുള്ളതാണ് സത്യം. സ്വലാത്തിന്റെ സ്വരങ്ങൾ സദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഒരു സെക്കൻഡ് പോലും പുകഴ്ത്താത്തതായില്ല. മുത്തിന്റെ കീർത്തനതാളിൽ നിന്നും ഒരു ചെറുതാൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾക്ക് വിരാമമിടാം. കള്ളിലും കാമക്കൂത്തിലും ലയിച്ചും കണ്ണിൽ കണ്ടതിനെ മുഴുവൻ ആരാധിച്ചും അനുദായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ അധമ വിഭാഗം, അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബിയുടെ യുഗപ്പിറവി. സ്നേഹസാമീപ്യം കൊണ്ടും സഹന മനോഭാവം കൊണ്ടും ഹർഷകാലം കൊണ്ട് ആ അധമ വിഭാഗത്തെ സാംസ്കാരിക സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബിയുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. പിറന്നത് പെൺകുഞ്ഞാടെന്നറിഞ്ഞാൽ നിർദ്ദയം ജീവനോടെ കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിയവന് പരലോകത്ത് പ്രതിഫല കൂമ്പാരമുണ്ടെന്ന സന്ദേശമെത്തിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാകി. വർണ്ണവിവേചനത്തെ പടികടത്തിക്കൊണ്ട് കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസ് തങ്ങളെയും സാഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. അവിടുന്ന് രചിച്ച സുഹൃത വിപ്ലവം വിവരിക്കാനാവില്ല. വിമർശകരെ പോലെ വാളുകൊണ്ടല്ല അവിടുന്ന് പരിശുദ്ധ ദീനിനെ പടിപടിയായി ഉയർത്തിയത്, മറിച്ച് ഉത്കൃഷ്ടവും വരിഷ്ഠവുമായ സ്വഭാവത്തിലൂടെയായിരുന്നു. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, നബിയെ, അങ്ങൊരു വിശിഷ്ട സ്വഭാവത്തിനുടമയാണെന്ന്. സ്നേഹ സാമീപ്യം കൊണ്ടും സ്നേഹ വായ്പ കൊണ്ടും എത്ര പേരാണ് വിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചത്. ചരിത്ര പുസ്തകം തുറന്നു നോക്കിയാൽ എത്ര മഹാരഥന്മാരുടെ ചിത്രമാണ് നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നത്. ചോദ്യങ്ങൾ ചോദിച്ച് ഏജൻസിലൂടെ അലിയുന്ന സോക്രട്ടീസ്, ജ്ഞാനിയായ മനുഷ്യനെ തേടി പട്ടാപകൽ പന്തം കൊളുത്തി അലയുന്ന ഡയോജനീസ്, ലോകം കീഴടക്കാൻ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് കുതിക്കുന്ന അലക്സാണ്ടർ, റൂബിക്കോൺ മുറിച്ചു കടക്കുന്ന ജൂലിയസ് സീസറും, ആൽപ്സ് പർവ്വതനിരകളിലൂടെ പട നയിക്കുന്ന ഹാനി ജാബും, നെപ്പോളിയന് മുതൽ അസുരശക്തിയുള്ള വാക്കുകൾ ചീറ്റുന്ന ഹിറ്റ്ലർ വരെ, ഇങ്ങനെ എത്ര മഹാകേസരികൾ പ്രശസ്തന്മാരാണ്. എന്നാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചിത്രം നമുക്ക് മുമ്പിൽ തെളിയുമ്പോൾ മറ്റുള്ളവരെല്ലാം നിഷ്പ്രഭമാവുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇരുട്ടിന്റെ ഘോരവരാന്തരങ്ങളിൽ കാട്ടുമൃഗങ്ങളെ പോലെ ആക്രോശിച്ചു നടന്നൊരു ജനതയെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃകളാക്കി വളർത്തിയെടുക്കുവാൻ പ്രവാചകനല്ലാതെ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നത് തന്നെ. മുത്തുനബിയുടെ മധുഹുകൾ പറയുക എന്നതിലുപരി അവിടുത്തെ തിരുചര്യ പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബാധ്യത. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക എന്നാണ് അവിടുന്ന് പറഞ്ഞത്. പുണ്യനബിയുടെ തിരുചര്യ പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ പ്രസംഗത്തിൽ നിന്ന് വിരാമമിടുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഷ്റഫുൽ ഹൽഖി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചാണല്ലോ നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ പുണ്യമാക്കപ്പെട്ട വേളയിൽ മരണം രുചിക്കാത്ത ആത്മാവില്ല എന്ന വിഷയത്തോടനുബന്ധിച്ച് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയരെ, മരണം രുചിക്കാത്ത ആത്മാവില്ല. അള്ളാഹു തന്റെ അടിമകളുടെ പേരെടുത്തിട്ടുള്ള തീരുമാനമാണത്. ആധുനിക ശാസ്ത്രത്തോടും പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്ന് വാദിക്കുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾക്കുള്ള മുഴുവൻ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മരണത്തിന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുവിൻ. എങ്കിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശക്തർ. ദൈവികമായ ഈ വെല്ലുവിളി ഖുർആൻ ഒട്ടേറെ സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്.
ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ കപ്പലിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഈ വെല്ലുവിളിക്ക് മുമ്പിൽ വീഴുന്നതാണ് നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിസ്സാരമായ ഒരു ഈറ്റ ചാവുന്നത് പോലെ തന്നെയല്ലേ അവനും ഈ ലോകത്തോട് വിട പറയുന്നതും. ഇഹലോകവാസികൾക്ക് മേൽ അല്ലാഹു തആല എടുത്തിട്ടുള്ള യാഥാർത്ഥ്യമാണത്. അത് ലോകാവസാനം വരെ തുടരുകയും ചെയ്യും. ഭൗതിക ജീവിതത്തെ ഒരു സഞ്ചാരിയോട് ഉപമിച്ചതായി കാണാം. യാത്രക്കിടയിൽ സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സത്രമാണ് ഭൂമി. മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം പാരത്രികമാണ്. അങ്ങോട്ടുള്ള യാത്രയിലേക്ക് ഒരു ഇടത്താവളം. ക്ഷീണം തീർക്കാൻ ഒരു രാത്രി അന്തി ഉറങ്ങാൻ. ക്ഷീണം മാറിയാൽ പ്രഭാതമായാൽ രാത്രി തുടരണം. വഴിയമ്പലങ്ങളിൽ നിന്ന് വന്ന് തങ്ങുന്നവരെല്ലാം സ്ഥിരതാമസക്കാരായാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. നഗരത്തിലെ താൽക്കാലിക പാർപ്പിടങ്ങളോ ലോഡ്ജ് മുറികളോ വാടക താമസക്കാർ സ്ഥിരവാസ്യത്തിനെടുത്താൽ എങ്ങനെയിരിക്കും? ഇന്ന് മുറിയെടുത്തവർ നാളെ ഒഴിഞ്ഞു കൊടുക്കുന്നു. പുതിയ പാർപ്പുകാർ വരുന്നു പോകുന്നു. ഇതുപോലെ തന്നെയല്ലേ മനുഷ്യന്റെ ജീവിതവും മരണവും. വിരുന്നു വരുന്നവർ ഒരു കാരണവശാലും വീട്ടുടമയാവുകയില്ല. അതിഥിയുടെ അവസരം നശ്വരമാണ്. ഭൂമിയിലേക്ക് വിരുന്നു വന്നതാണ് മനുഷ്യൻ. ശാശ്വത ഭവനം പാരത്രികം മാത്രം. ഭൂമിയിൽ നീ വിരുന്നുകാരനോ സഞ്ചാരിയോ മാത്രമാണ് മനുഷ്യ. നിന്റെ ആത്മാവിനെ പരേതാത്മാക്കളുടെ കൂട്ടത്തിൽ എണ്ണിക്കോ എന്നാണ് ഹദീസുകളിൽ അഷ്റഫുൽ ഹൽഖി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മരണവും ജീവിതവും അല്ലാത്തൊരവസ്ഥ മനുഷ്യനില്ലേ? ഒറ്റ വാക്കിലില്ല എന്നാണ് ഉത്തരം. എന്നാൽ ജീവിതത്തിന് അവസ്ഥാന്തരങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ആദ്യഘട്ടം ഗർഭാശയമാണ്. രണ്ടാം ഘട്ടം ഇഹലോക ജീവിതവും മൂന്നാം ഘട്ടം പാരത്രിക ജീവിതവുമാണ്. ആത്മാവും ജഡവും ചേർന്നതാണ് മനുഷ്യൻ. ആദ്യ രണ്ട് ഘട്ടങ്ങളിലും ആത്മാവിനും ശരീരത്തിനും പ്രാധാന്യമുണ്ട്. മൂന്നാം ഘട്ടത്തിൽ ആത്മാവിന് മാത്രമാണ് പ്രാധാന്യം. മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന വിശ്വാസം ഇസ്ലാം എന്ന മതത്തിൽ പഠിപ്പിക്കുന്നില്ല. മരണത്തോടെയാണ് അർത്ഥപൂർണമായ ജീവിതം ആരംഭിക്കുന്നത്. ഇഹലോക ജീവിതത്തിന്റെ സ്വഭാവം അനുസരിച്ച് പാരത്രിക ജീവിതത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കാനാകും. ഇഹലോക ജീവിതം ഭൗതിക സുഖാസ്വാദനങ്ങളിൽ മാത്രം ഒതുക്കിയാൽ പാരത്രിക ജീവിതം ക്ലേശപൂരിതമായി മാറും. അള്ളാഹു നല്ല രീതിയിൽ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമതാനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്വഹതു വൽ ഫറാഉ. ആരോഗ്യ സംരക്ഷണത്തിന് അതിപ്രാധാന്യം നൽകിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എല്ലാം ഇസ്ലാം അതിശക്തമായി വിലക്കിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി മദ്യവിപത്ത് ഉന്മൂലനം ചെയ്യുന്നതിലൂടെ ഇസ്ലാം അത് അരക്കിട്ടുറപ്പിച്ചു. മാത്രമല്ല, കള്ള് പോലെ ആരോഗ്യത്തിന് പൊള്ളലേൽപ്പിക്കുന്ന സർവ്വലഹരികളും നിഷിദ്ധമാണെന്നാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. എല്ലാ ലഹരി പദാർത്ഥങ്ങളും മദ്യസമാനമാണ്. എല്ലാ മദ്യസമാനമായതും നിഷിദ്ധമാണെന്ന തിരുമൊഴിമുത്ത് അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. മനസ്സിന്റെ ആരോഗ്യമാണ് ഏവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. 5 നേരത്തെ നിസ്കാരത്തിലൂടെയും ഏകാന്ത പ്രാർത്ഥനയിലൂടെയും മനസ്സിന്റെ ആരോഗ്യം ഊട്ടിയുറക്കുമെന്ന് ഭൗതികവാദികൾ വരെ സമ്മതിച്ചു കഴിഞ്ഞു. കൂടാതെ യോഗയേക്കാൾ ശരീരാരോഗ്യം മികച്ച നിലവാരത്തിലാക്കാൻ നിസ്കാരം കൊണ്ട് സാധ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധർ വരെ ചൂണ്ടിക്കാട്ടുന്നു. വയറിന്റെ 1/3 ഭാഗം ഭക്ഷണം, 1 ഭാഗം വെള്ളം, 1 ഭാഗം ഫ്രീ എന്നിങ്ങനെയാണ് ഇസ്ലാമിക ആരോഗ്യശാസ്ത്ര രീതി. ഇത് അപ്പടി അനുസരിച്ച സ്വഹാബത്തിന് രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലായിരുന്നെന്നാണ് ചരിത്രം വിളിച്ചറിയിക്കുന്നത്. അതിനാൽ തന്നെ രോഗചികിത്സ നടത്താൻ വിദേശ രാജ്യത്ത് നിന്ന് മദീനയിലെത്തിയ പ്രശസ്ത വൈദ്യൻ മാസങ്ങളോളം ചെലവഴിച്ചിട്ടും ഒരു രോഗിയെ പോലും കാണാതെ തിരിച്ചുപോയ ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നതും. ആരോഗ്യഭാഗ്യം നശിപ്പിക്കുന്ന പ്രവണത ഇന്ന് കൂടി വരുന്നു. ഇത് ആരോഗ്യത്തിന് അത്യധികം ഹാനികരമാണെന്നതിൽ ഒരു സന്ദേഹവുമില്ല. ആരോഗ്യ സംരക്ഷണത്തിന് വൃത്തി അത്യാവശ്യമാണ്.
വൃത്തിയുടെ ആവശ്യകതയെ പറ്റി ഇസ്ലാം വളരെയധികം ഊന്നി പറഞ്ഞിട്ടുണ്ട്. വൃത്തി ഈമാനിന്റെ ഭാഗമാണെന്ന് വരെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ വൃത്തി ഓരോ വിശ്വാസിക്കും ഇമ്പോർട്ടന്റ് ആയി ഉണ്ടാവേണ്ടതാണെന്ന് സാരം. ശരീരവും വസ്ത്രവും വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കാൻ പറയുന്നതിലൂടെ രോഗമുക്തമർത്തൽ എന്ന മുദ്രാവാക്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. നല്ലിഫു അഫ്നീതക്കും എന്ന തിരുനബിയുടെ അധ്യാപനം അതിലേക്ക് വെളിച്ചം വീശുന്നു. ദന്തശുദ്ധീകരണത്തിന് പുണ്യ നബിയേക്കാൾ പ്രചോദനം നൽകിയ മറ്റൊരാളില്ല. ലൗല അൻ ഇഷ്ക അലാ ഉമ്മത്തി ലഅമർതഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി വുളൂ. എൻ്റെ സമുദായത്തിന് പ്രയാസമായിരുന്നില്ലേ ഓരോ അംഗശുദ്ധി സമയത്തിന് മുന്നോടിയായും ദന്തശുദ്ധീകരണം ഞാൻ നിർബന്ധമാക്കുമായിരുന്നു എന്ന തിരുവാക്യം അതിനൊരു ആധാരമാണ്. നോക്കുക, 5 നേരം അംഗശുദ്ധി വരുത്താൻ നിർബന്ധമാക്കിയ ഇസ്ലാമിനേക്കാൾ വലിയ വൃത്തി മഹത്വം പറഞ്ഞ ദർശനം ഏതുണ്ട്? കൂടാതെ തിരു ഹദീസിൽ കാണാം, ഇസ്തൈഖല അഹദകും മിൻ നൗമിഹി ഫലാ യഗ്മിസു യദഹു ഫിൽ ഇനാഇ ഹത്താ യഗ്സിലാസ. എൻ്റെ സമുദായത്തിന് പ്രയാസമായി നിങ്ങളിൽ ഒരുവൻ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ നിങ്ങളുടെ കൈകൾ 3 പ്രാവശ്യം കഴുകാതിരിക്കരുത്. ഈ പ്രവാചക മൊഴിയുടെ ഉൾപ്പൊരുൾ ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ കൈകളുടെ ക്രിയാവിക്രയങ്ങൾ ഉറക്ക സമയം നാം അറിയുന്നില്ല. കൈകളിൽ രോഗാണുക്കൾ അള്ളിപ്പിടിച്ചിരിക്കാൻ സാധ്യതയേറെയാണ്. നോക്കുക, 1500 വർഷങ്ങൾക്ക് മുമ്പേ ആ ദീർഘദൃഷ്ടി എത്ര ശ്രേഷ്ഠം. ചുരുക്കി പറഞ്ഞാൽ ആത്മീയ രക്ഷാ വഴികൾ മാത്രമല്ല, ഭൗതിക സുരക്ഷാ റൂട്ടുകളും വെട്ടിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. മരണം വരെ ഈ സുന്ദര ദീൻ സബീലിൽ അടിയുറച്ചടി വെക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. ആമീൻ. പുന്നാര നബിയുടെ പേരിൽ ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, اللهم صل على محمد يا رب صل عليه وسلم واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله تعالى وبركاته. ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, രക്ഷിതാക്കളെ, സ്നേഹമസ്രാണരായ വിദ്യാർത്ഥി മിത്രങ്ങളെ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ പ്രൗഢോജ്വലമായ വേദിയിൽ വിദ്യാദിനം സർവ്വതലാൽ പ്രധാനം എന്ന വിഷയം നിങ്ങളുമായി അല്പം സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് തൗഫീഖ് നൽകിയ ജഗന്നിയന്താവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. അന്ധതയുടെ കരിഭാണ്ഡം പുതച്ചും ലഹരിയും മയക്കുമരുന്നും നെഞ്ചോട് ചേർത്തും ജീവിതം ഒരാഭാസമാക്കി മാറ്റുന്ന ഈ അഭിനയത്തിൽ വിദ്യാധനം സർവ്വതലാൽ പ്രധാനം എന്ന വിഷയം ഏറെ പ്രസിദ്ധവും ഔചിത്യപൂർണവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആധുനിക കാലത്ത് മാനവരാശിയുടെ ഹൃദയങ്ങളെ കവർന്നെടുക്കുന്ന നിഗൂഢമായ അന്ധചിന്തകൾ കൊണ്ട് നവതലമുറയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ അവരെ സ്വർഗത്തിന്റെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് ആനയിക്കാൻ ദിശാബോധം നൽകുന്ന ഒരു കൂട്ടം പണ്ഡിത കുലപതികളെക്കാളും സ്വാഗതം ചെയ്യുമ്പോഴാണ് വിദ്യാധനം സർവ്വതലാൽ പ്രധാനവും പ്രസിദ്ധവുമായി മാറുന്നത്. സുഹൃത്തുക്കളെ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാട്ടൻ സംസ്കാരത്തിൽ നിന്നും അറിവുള്ളവൻ അജീൻ എന്ന ചിന്താഗതിയിലേക്കുള്ള പരിണാമത്തിന്റെ പാതയിലാണ് ആധുനിക ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർജിച്ചെടുക്കുന്ന അറിവും അതിലൂടെ കൈവരിക്കുന്ന പുരോഗമനവുമാണ് യഥാർത്ഥത്തിൽ മനുഷ്യോൽപത്തി മുതൽ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് വിശേഷിക്കപ്പെട്ട അറിവെന്ന ആയുധമാണ് ലോകത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഞരമ്പുകൾ നുരമ്പിക്കൊണ്ടിരിക്കുമ്പോഴും മാംസം മണ്ണായിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലുകൾ എരിഞ്ഞമർന്നു തുടങ്ങിയാലും അറിവിനെ പ്രണയിച്ച എൻ്റെ ഹൃദയാന്തരങ്ങളിൽ ശാശ്വതമായി ജീവിച്ചു കൊണ്ടേയിരിക്കും. എന്ന് വിശേഷിക്കപ്പെട്ട അറിവെന്ന ആയുധമാണ് ലോകത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ നീതിയും നിയമവും നിയന്ത്രണവും മാറ്റിമറിച്ച് ലോക ജനതയുടെ ഹൃദയമുടിപ്പുകൾ നിന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടാൻ നിനക്ക് പ്രയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധം വിജ്ഞാനമാണെന്ന് പഠിപ്പിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ വിജ്ഞാനത്തിന്റെ പ്രസക്തിയാണ് തുറന്നു കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലെ പ്രഗത്ഭ ചിന്തകനായ ജോർജ് വാഷിംഗ്ടൺ എഴുതി വെച്ചത്, എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു അൺലോക്ക് ദ ഗോൾഡൻ ഡോർ ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യം എന്ന മഹാവിസ്മയ ലോകം കീഴടക്കാൻ അറിവെന്ന ആയുധം കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. എന്ന ഖുർആന്റെ ചോദ്യത്തെ അന്വർത്ഥമാക്കും വിധം അജ്ഞതയുടെ ചങ്ങലക്കെട്ടുകളെ വലിച്ചെറിഞ്ഞ് അറിവെന്ന ആയുധം എന്നേക്കുമായി അണിയാൻ നാം തയ്യാറാകേണ്ടതുണ്ട്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.